ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കാണുന്ന 2 ടയർ കേക്കും അതുപോലെ തന്നെ ഒരു ടോൾ കേക്ക്, അതിൻ്റെ കൂടെ കുറച്ച് ഫോണ്ടൻറ്റ് വർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കേക്കൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ബേക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ടയർ കേക്ക് വരുന്നത് 3 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അതുപോലെ ടോൾ കേക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അത് ഞാൻ 2 പാനിലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, 7 ഇഞ്ചിൻ്റെ 2 പാനിൽ. മറ്റേത് 2 ടയർ കേക്കിൽ താഴെ വരുന്നത് 10 ഇഞ്ചാണ്. ഈ ഒരു വലിയ മോൾഡ് 10 ഇഞ്ചിൻ്റെ 2 kg, പിന്നെ 7 ഇഞ്ചിൻ്റെ 2 മോൾഡിലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. മുകളിലേക്കുള്ളത് 1 kg. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 5 കപ്പ് കേക്ക്സും അതുപോലെ തന്നെ 5 ഡോണറ്റ്സും ഉണ്ട്. അപ്പോൾ ഡൊണറ്റിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഇതിലും ഞാൻ ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് ഫില്ലിങ്സ് എന്നൊക്കെ. ചെറിയും അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്, ഫസ്റ്റ് ഞാൻ ടോൾ കേക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോൾ കേക്ക് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു 2 കേക്കും ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഉള്ള ഓർഡറാണ്, അതുകൊണ്ട് തന്നെ 2ഉം റെഡ് കളർ തീമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അതുപോലെ നമ്മളെ 2 ടയർ കേക്ക് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ അതിൻ്റെ ഡെക്കറേഷൻ ബ്ലൂ കേക്കിൽ ചെയ്തിട്ടുണ്ട്. സെയിം എൻ്റെ ആ ബ്ലൂ കേക്ക് കണ്ടിട്ട് അതിൻ്റെ ഒരു റെഡ് സെയിം ആക്കി മതി എന്ന് പറഞ്ഞപ്പം അതുപോലെ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ 1.5 kg ബേസാണ് കേട്ടോ, കേക്ക് ബേസാണ് എടുത്തിട്ടുള്ളത്. അതന്നെ ഞാൻ ഒന്ന് പുറകിലോട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഒരു ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് കിട്ടാനായിട്ട് ഞാൻ കേക്ക് ഒന്ന് ബാക്കിലോട്ട് തള്ളിയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ കളറിലുള്ള കേക്കാണ് കേട്ടോ നമ്മൾക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ റെഡിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്മേലൊരു ഡോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ വന്നപ്പോൾ ഞാൻ ആദ്യം മോളോടായിട്ട് ചോദിക്കാറ്, ഇങ്ങനത്തെ ഫിഗേഴ്സൊക്കെ ചെയ്യാനായിട്ട്. അവൾ അത്യാവശ്യം വരക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ എടുത്തോ ഞാൻ ചെയ്തുതരാം ഫോണ്ടൻറ്റ് ഡോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കേക്ക് ക്രം കോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ക്യൂവർ ഇറക്കി കൊടുക്കാം. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റിനെ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 kg ഫസ്റ്റ് എടുത്തിട്ട് ഇതെല്ലാം ക്രം കോട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ആ ഒരു കേക്കും എടുത്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ആദ്യം എല്ലാതും ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ബാക്കി പിന്നെ റെഡ് എല്ലാത്തിലേക്കും കൊടുക്കാനുള്ളതാണല്ലോ. എല്ലാ കേക്ക്സും നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്ത് വെച്ചത് ടോൾ കേക്കാണ്. അപ്പോൾ അത് പുറത്തെടുത്തിട്ട് അതിന് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഈ ഒരു കളറ് മാജിക് റെഡാണ്. നമ്മൾ മാജിക് കളേഴ്സിൽ മാജിക് റെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ഫുള്ളായിട്ട് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ വെഡ്ഡിങ് കേക്കിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റെഡ് കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല സ്ക്രാപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുമല്ലോ ഫോണ്ടൻ വർക്കൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കണമെന്ന്. ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്ന തലേ ദിവസം തന്നെ മോളോടുത്ത് ആ ഒരു ഫിഗർ കാണിച്ചു കൊടുത്തപ്പം അവളത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇതിൽ കാണിക്കാം, പക്ഷെ അത്ര കണ്ട് എനിക്ക് പെർഫെക്ഷൻ ഒന്നും തോന്നിയില്ല അവൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഫിഗറൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്, അത്ര തന്നെ ഒരു ഭംഗിയൊക്കെ വരുള്ളൂ. എങ്കിൽ കൂടി അത് എനിക്ക് കേക്കിലേക്ക് വെക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഫിഗേഴ്സൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. ആദ്യമൊക്കെ ഇതുപോലെ ഫിഗറും കാര്യങ്ങളൊക്കെ വർക്ക് വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറേയൊക്കെ റെഫർ ചെയ്തിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാറാണ്. ഒരുപാട് കണ്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് ഇതിനൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞോടാണ് ഞാനിത് ഏൽക്കണതും. ആൾ ഫിഗർ പകുതി വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിത് യന്ത്രം യൂസ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മൾ കൈ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഫോട്ടോ കാണിച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കണമല്ല, നമ്മൾ കൈ വെച്ചിട്ട് ഉണ്ടാക്കണമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് കേട്ടോ മോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വെക്കാനുള്ള ഡോളിനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാണാനൊന്നും കുഴപ്പമില്ല കേട്ടോ. മുകളിൽ അവർക്ക് ഗോൾഡൻ കളറും അതുപോലെ താഴെ റെഡ് കളറിലുള്ള ഫ്രോക്കാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് അവൾ എൻ്റെ കാലൊക്കെ കടഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ അത് ഇട്ടിട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയും അവൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിത് അത്യാവശ്യം ഹൈറ്റുള്ള കേക്കൊക്കെ അല്ല, അപ്പോൾ അതിലേക്ക് ഇതൊരു ചെറിയ സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാനത് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് കൊളായിട്ടുണ്ടെങ്കിൽ ഞാനിത് വേറൊരു
ട്രിക്ക് ചെയ്യാന്നുള്ളതിൽ തന്നെയാണ് അവളുടെ അടുത്ത് മിണ്ടാതിരുന്നത്. അവളുടെ കയ്യിൽ ഈ ഒരു ഡോള് മുന്നേ അവളുടെ അടുത്ത് ഉണ്ടായിരുന്നൊരു ഡോളാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാന്നുള്ള ഒരു ട്രിക്ക് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോണ്ടൻ്റ് വർക്ക് ചെയ്ത് കൊടുക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പിന്നെ ഞാനിതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നമുക്ക് നമ്മളെ ഡൊണറ്റ് ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് നമ്മൾ ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഞാൻ മൈദയിലേക്ക് ഇടാതിരിക്കാൻ കാരണം നല്ല തണുപ്പും നല്ല പുറത്ത് അടിപൊളി മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ ഡയറക്റ്റ് പാലിലേക്ക് ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ് നല്ലത്. മറ്റേ കുറച്ചൊരു വലിപ്പമുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അത് എടുക്കാതിരിക്കണം കേട്ടോ നല്ലത്. പെട്ടെന്ന് ആക്റ്റീവായി കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. മൈദയിൽ വല്ല കച്ചറ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അത് അളവും തെറ്റിയതാണ്, ഞാൻ മെഷർമെൻറ്റ് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കോഴിമുട്ട, അത്യാവശ്യം വലിപ്പമുള്ള സൈസാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉരുക്കിയിട്ട് ചേർത്താൽ പെട്ടെന്ന് തന്നെ അതിൽ മെൽറ്റായിട്ട് കിട്ടും. മറ്റേത് കട്ട നമ്മൾ ഉടച്ചെടുക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാലും നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഈസ്റ്റ് പഞ്ചസാര ഇട്ടത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് കുഴച്ചെടുക്കുന്നതിലാണ് നമ്മളെ മിടുക്ക്. നമ്മൾ അത്യാവശ്യം നല്ല ശക്തിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് പാല് മതിയായിട്ടില്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ആ ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പാല് അല്ലെങ്കിൽ തന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഫുള്ള് പാലെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ എല്ലാം കൂടെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം മതി കേട്ടോ. വീണ്ടും ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ മൈദ ഇട്ട് കളിക്കേണ്ടി വരും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും യോജിപ്പിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് കൈ പ്രസ് ചെയ്ത് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഈ ഒരു പാത്രത്തിൽ ഇതിട്ടിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടൻ്റ് മാറ്റ് പരത്തുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പൊറാട്ടക്കൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ല, നന്നായിട്ട് കുഴച്ചെടുക്കണം. അതേപോലെ ഇതിനെ നന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് എങ്കിലും ഇത് മാക്സിമം കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മളെ ഉള്ളനടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചു കൊടുക്കുക. ഈ ഒരു മാവ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലാണ് നമ്മളെ ഡൊണറ്റ് നന്നായിട്ട് റെഡി ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് കുഴച്ചു കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു സോഫ്റ്റ് ഡോ ആവണ വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ അടച്ച് വെക്കാം. അപ്പം ഈ ഒരു പാത്രം അടച്ച് വെച്ചിട്ട് അത് ഒരു ചൂടുള്ള പ്ലേസിൽ, മീൻസ് ഒരു തണുപ്പ് തട്ടാത്ത ഭാഗത്തായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓവണിലാണ് കേട്ടോ കൊണ്ടുവയ്ക്കണം. ഓവണിൽ വെക്കുകയെന്ന് പറഞ്ഞാൽ ഓവൺ ഓണാക്കിയിട്ടൊന്നുമില്ല, ഓഫായി കിടക്കണ ഓവൺ തന്നെയാണ്, അതിലാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എടുത്ത് വെക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിത് എത്രത്തോളം പൊങ്ങിയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഇത് കുറച്ച് ടൈം എടുക്കും ഇത് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നൈറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്, കാലത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നൈറ്റിൽ തന്നെ ചെയ്തെടുക്കുക. രാവിലെ ഇതിനായിട്ട് ചിലപ്പോൾ നമുക്ക് പൊങ്ങി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നൈറ്റിലാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, മനഃപൂർവ്വം എടുക്കാതിരുന്നാണ്. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കലെല്ലാം കൂടെ നടക്കുന്നില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയും ചെയ്തത് എന്ന്. ആ ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുത്ത യെല്ലോ കളറിലാണ്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുഞ്ഞു സ്റ്റാറുകൾ ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റാർ കട്ടർ യൂസ് ചെയ്തിട്ട്, ഫോണ്ടൻറ്റിൻ്റെ സ്റ്റാർ കട്ടർ യൂസ് ചെയ്തിട്ട് അതുപോലെ കുറച്ച് സ്റ്റാർ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലും യെല്ലോ കളർ ചെയ്യുന്നത്, ഇത് നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ വൈറ്റിൽക്ക് ഗോൾഡ് കളർ കൊടുക്കാൻ ഇത്തിരി പാടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫോണ്ടൻറ്റിലേക്ക് യെല്ലോ കൊടുത്തിട്ട് ഇത്തിരി CMC പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ.
ഈ സ്റ്റാർ ഇനി നമുക്ക് ജസ്റ്റ് ഗോൾഡൻ ഡസ്റ്റ് പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് കട്ടർ. ഇനി വന്നിട്ട് കുറേ പേര് എഴുതുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ആ ബോർഡർ വരയ്ക്കാനായിട്ട് ഈ ഒരു ബോർഡറിലാണ് നമ്മൾ കുട്ടിയുടെ പേര് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റ് പെന്ന് വെച്ച് എഴുതാനായിട്ട് ഈസി ആയിരിക്കും. അപ്പം അതും ഞാനിത് തലേ ദിവസം തന്നെ ഇതിൻ്റെ നെയിം ബോർഡൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇത് വൈറ്റ് ഇതിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുഴച്ച് പരത്തിയെടുത്തിട്ട് ആ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഫോണ്ടൻറ്റിൽ വെച്ചിട്ട് ഫോണ്ടൻറ്റ് പെന്ന് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മളതിൽ പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വർക്കുകളൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ വർക്കാണ്, പക്ഷേ കുറേ ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ഓരോന്നും ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊന്നും ചെറിയ വർക്കായിട്ട് കാണരുത്. ഇതൊക്കെ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേഗം റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലും ഞാൻ ഫോണ്ടൻറ്റ് പെൻ യൂസ് ചെയ്തിട്ട് പേര് എഴുതിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് ആ പേരുമ്മ കൂടെ ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോണ്ടൻറ്റ് പെൻ എല്ലാവർക്കും അറിയാലോ, ഒരു തിന്നായിട്ടും ഒരു ഫാറ്റായിട്ടുള്ള 2 സൈഡാണുള്ളത്. അപ്പം അതിൽ തിൻ സൈഡായിട്ടാണ് ഞാൻ അധികം നെയിം എഴുതാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചു. 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. എന്തായാലും ഞാനിത് ചെയ്തെടുക്കാനാക്കി പോവുകയാണ്, കാരണം ഒത്തിരി ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ നന്നായിട്ട് പൊങ്ങി വരാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മഴ ആയത് കാരണമായിരിക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട്, ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അധികം ഞാൻ കൈ വെച്ച് പ്രസ് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ കുഴക്കണത്. ജസ്റ്റ് ഒന്ന് അതിനെ ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഫോണ്ടൻറ്റ് കട്ടർ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡോണറ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിനെ കൃത്യം ഒരു 5-6 പീസാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ചെറുതും വലുതാക്കണോ അതിനനുസരിച്ചിട്ട് നമുക്ക് 8 മുതൽ 9 വരെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എനിക്ക് 5 ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 കിട്ടുന്ന രീതിയിൽ അത്രയും വലിയ സൈസാക്കിയിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത്. ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ ബൗളും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഈ ഒരു രൂപത്തിൽ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കയ്യിൽ വെച്ചിട്ടും ചെയ്യാം, അതല്ല നിങ്ങൾക്ക് കുഴലൊക്കെ യൂസ് ചെയ്തിട്ട് പരത്തിയിട്ടും ചെയ്യാം കേട്ടോ. ഇനി ഇപ്പോൾ കട്ട് ചെയ്തതൊന്നും ഫുൾ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഒന്നാകെ ഒരു റൗണ്ടാക്കി പരത്തിയെടുത്തതിന് ശേഷം ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതാ കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ നോസിലുണ്ടല്ലോ, ആ ഒരു നോസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു രീതി, ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അളവ് ബുദ്ധിമുട്ട് ആണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് പരത്തിയിട്ട് ഒരു ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അല്ലെങ്കിൽ ഒരു ചെറിയ ഡബ്ബയുടെ മൂടിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരത്തിയിട്ടും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും അത് ഒരു ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കുഴൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതും നിങ്ങൾക്ക് പരത്തിയതിന് ശേഷവും റൗണ്ട് കട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിതാ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡോണറ്റ് ഇവിടെ ഓരോന്നോരോന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മസ്റ്റായിട്ടും ഒരു 10 മിനിറ്റെങ്കിലും ഒന്നും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, എന്നിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബട്ടർ നേരത്തെ ചൂടാക്കി അതേ പാൻ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ബട്ടറിൻ്റെ കുറച്ച് അംശങ്ങൾ അതിൽ ബാക്കിയിരിപ്പുണ്ട്. പിന്നെ ഡൊണറ്റിൻ്റെ ആ ഒരു നടുവിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ നോസിൽ വെച്ചിട്ട് കുത്തി ഇറക്കിയിട്ടുള്ള അതിൻ്റെ ബാക്കി കട്ടായിട്ട് ഞാൻ ഈ ഒരു ചെയ്തെടുത്ത ബോളാണ് ഫസ്റ്റ് ടെസ്റ്റിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ല എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോ 2 ഒരുമിച്ചിടാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ 2 ഒരുമിച്ചിട്ടിട്ടില്ല കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നുമില്ല, ഒരുപാട് ചൂടിലിടരുത്, ഒരു മീഡിയം ചൂട് മതി. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് വരും ചെയ്യും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ നല്ല ഹൈ ഇതിൽ ലെവലിൽ ചൂടാക്കി എടുത്തിട്ട് ഒന്ന് മീഡിയത്തിലേക്ക് ഇടുക. എന്നിട്ട് ആ ഒരു ചൂടിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, കേക്കിനേക്കാളും ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഡൊണറ്റ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ നോക്കൂ ഇത് എത്ര സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭാഗമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഡോണറ്റ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കാത്തവരോടാണ് കേട്ടോ പറയുന്നത്. പിന്നെ കാലത്താണ് കേട്ടോ ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. കാലത്ത് എഴുന്നേറ്റിട്ട് ഫസ്റ്റ് തന്നെ കേക്ക് മിൽക്ക് തന്നെയാണ് നിൽക്കാറുള്ളത്. അത് അങ്ങനെ തന്നെയാണ് വർക്കുള്ള ടൈമിൽ. ഇതൊരു 10 മണിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം ഫോണ്ടൻ്റ് വർക്കും 2 ടയർ കേക്കൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കേക്കിൻ്റെ വർക്കുകളിലേക്ക് തന്നെയാണ് നിൽക്കാറ്. അപ്പോൾ ഇതാ വന്നിട്ട് നമ്മൾ ഡോണറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മാത്രം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഞാൻ രാത്രിയാണല്ലോ നമ്മൾ ഡോണറ്റ് ഫ്രൈ ചെയ്തെടുത്തത്. അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ചൂടാറിയാൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ കാലത്താണ് ഇത് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞ് സ്റ്റാർ ഫോണ്ടൻ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് കളറിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ടെൻഷൻ അടിച്ച കാര്യം വേറെ ഒന്നുമല്ല. ഇവർ 10 മണിക്കാണ് കേക്ക് വാങ്ങാനായിട്ട് വരും എന്ന് പറഞ്ഞത്. പക്ഷേ ഇവർ വരുന്നത് പിന്നെ 12 മണിക്കാണ് കേട്ടോ. അതും നല്ല കൊടും മഴ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മഴയത്താണ് ഈ ഒരു കേക്ക് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് വാങ്ങാനായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് ഓരോന്നും ബോക്സും കാറിലേക്ക് എടുത്ത് വെക്കുമ്പോഴും നല്ല മഴ കൊണ്ടിട്ടുണ്ട് അവർ തിരിച്ച് കയറുന്നത്. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 10 മണിക്ക് തന്നെ ഫോണ്ടൻ്റ് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അത് ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചു. കാരണം പിന്നെ അത് ഒരുപാട് നേരം പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവർ വരുന്നത് 12 മണിക്കാണ്. അതുപോലെ 2 ടയർ കേക്കൊക്കെ നമ്മൾ അപ്പോഴാണ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു. കണ്ടോ ഫോണ്ടൻ്റിലും ഇതുപോലെ കുഞ്ഞ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കപ്പ് കേക്കും ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസ് അയച്ചു തന്നപ്പോഴാണ് സമാധാനം. ഇത് അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഭംഗിയായിട്ട് നടന്നു. അവർ നേരെ അത് കാറിൽ നിന്ന് ഡയറക്റ്റ് അവർ ആ ഒരു സെറ്റ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഇറക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ശരിക്കും സമാധാനമായത്. അപ്പോൾ കാലത്ത് തന്നെ കേക്ക് വേണം എന്നുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു 2 ടയറിൻ്റെ ഒന്നിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഡോളിന് കാലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ട്രോ കുത്തി വെച്ചിട്ടാണ് കേട്ടോ അതിലിരുത്തിയിട്ടുള്ളത്. അതിനുശേഷം കാലവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മോളുണ്ടാക്കിയ ആ ഒരു കാലിനാണ് കേട്ടോ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി അതിന് ഒരു ലെയർ ഉടുപ്പ് പോലെ ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഒരു മഞ്ഞ ഒരു ഭാഗമാണല്ലോ മുകൾ പോർഷൻ, അവിടെ ഞാൻ ഗോൾഡൻ ഡസ്റ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴെയുള്ള ബോൾസുകളും നമ്മളെ ഫോണ്ടൻ്റ് ബോൾസാണ്. അതിൽ ഗോൾഡനും അതുപോലെ തന്നെ വൈറ്റ് കളറിലുമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ സ്റ്റാറുകളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാലത്ത് തന്നെ ഈ ഒരു ഡെക്കറേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈകുന്നേരത്തിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി വീഡിയോ കൂടി എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കേക്കും ആവില്ല, പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാതിരുന്നതാണ്. ഇതാണ് ഞാൻ വൈകിട്ട് കൊടുത്ത ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ ഏസു കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.